അധോലോക രാജാക്കന്മാരിലെ ഒരു രാവണന്റെ കഥ. ഇന്ത്യൻ റെയിൽവേ കണ്ട ആദ്യ ഗ്യാങ് വാർ കൊലപാതകത്തിന് അന്ന് വിദർഭ എക്സ്പ്രസ് സാക്ഷിയായി. അതിന് കാരണക്കാരനായ ഒരാൾ മുംബൈ തെരുവുവീഥികളെ ഭയപ്പെടുത്തി മുംബൈയിലെ സാധാരണ ജനങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സൃഷ്ടിച്ച ഒരു ഗുണ്ടാ തലവൻ. 15-ാം വയസ്സിൽ തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ 20-ാം വയസ്സിൽ ഗല്ലിയിലെ നേതാവായി വളർന്നു. 35 വയസ്സിനിടയിൽ 100-ലധികം പേരെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരൻ. ഹഫ്ത നൽകാൻ വിസമ്മതിച്ചവരെ ക്രൂരമായി പെരുമാറിയ ഗുണ്ടാ സംഘത്തലവനെ സംഘാംഗങ്ങൾ അയാൾക്കൊരു പേര് നൽകി, രാവണൻ. തനിച്ചു ചെന്ന് ശത്രുക്കളെ നേരിട്ട് അവരെ കാലമുറിയിലേക്ക് അയക്കുന്നത് അയാളുടെ ഒരു ശീലമായിരുന്നു. ഈ ഒളിപ്പോരാട്ടവും നിലച്ചിരിക്കാത്ത സമയത്തുള്ള പ്രത്യാക്രമണവും കാരണമാണ് എതിരാളികൾ അയാൾക്ക് അങ്ങനെ ഒരു പേര് നൽകേണ്ടി വന്നത്. പിന്നെ ചരിത്രത്തിൽ ഹോളിവുഡ് സിനിമയിലേക്കും മാറ്റി എഴുതപ്പെട്ട ദ റിയൽ ഡോണിൻ്റെ ആരും പറയാത്ത ഒരു കഥ കാണാം. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. അമർ മാരുതി റാവു നായിക് എന്നാണ് അമർ നായിക്കിൻ്റെ മുഴുവൻ പേര്. ദാദർ സബ്ജി മണ്ടിയിലെ ഒരു ചെറിയ പച്ചക്കറിക്കട നടത്തി വന്നിരുന്ന മാരുതി റാവുവിൻ്റെ മക്കളിൽ രണ്ടാമൻ. സ്കൂൾ പരിസരത്ത് പോയി സമയം കളയാതെ കടയിൽ പിതാവിനെ സഹായിക്കുമായിരുന്ന ഒരു ബാല്യം. കൂടെ മൂത്ത സഹോദരൻ അജിത്തും ഉണ്ടായിരുന്നു. എല്ലാവരെയും പോലെ അമറിൻ്റെ പിതാവും ദാദർ മണ്ടിയിൽ നിയോഗിക്കപ്പെട്ട ഗുണ്ടാ സംഘത്തിന് ആഴ്ചപ്പടി അഥവാ ഹഫ്ത നൽകിയിരുന്നു. നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ അധോലോക രാജാക്കന്മാരുടെ കീഴിലായി അന്ന് വിഭജിച്ചിരുന്നു. ഓരോ ഭാഗത്തിനും കീഴെ വീണ്ടും പല അതിരുകൾ തിരിച്ച് ചെറുകിട ഗുണ്ടകൾക്കുമായി വീതിച്ചിരുന്നു. കൊട്ടിയ ഗ്യാങ് എന്നറിയപ്പെട്ടിരുന്ന ഗുണ്ടാ സംഘത്തിലായിരുന്നു ദാദർ മാർക്കറ്റിലെ ഹഫ്ത ചുമതല. കച്ചവടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കൊടുക്കുന്ന തുകയിലും വ്യത്യാസം വരും. 100 രൂപയായിരുന്നു അമർ നായിക്കിൻ്റെ പിതാവ് നൽകേണ്ടിയിരുന്നത്. എന്നാൽ കടയിൽ വരാൻ തുടങ്ങിയ അമർ ആദ്യമായി ഈ കൊള്ളയ്ക്കെതിരെ അങ്ങനെ ശബ്ദമുയർത്തി. ഇന്ത്യയിലെ ഏറ്റവും ജനനിബിഡ നഗരമായ ബോംബെയിൽ ഇത്രയും ഗുണ്ടാ തലവന്മാർ വളരാനുണ്ടായ കാരണങ്ങളിലൊന്ന് തുണിമില്ല് പണിമുടക്കായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ബോംബെ നഗരവാസികളുടെ ജീവനാഡിയായിരുന്നു അവിടുത്തെ തുണിമില്ലുകൾ. ചെറുതും വലുതുമായ 100-ലധികം തുണിമില്ലുകളും 10 ലക്ഷത്തോളം പേർ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തൊഴിൽ മേഖലയായിരുന്നു ടെക്സ്റ്റൈൽ വ്യവസായം. ബോണസും കൂലി വർധനയും ആവശ്യപ്പെട്ട് 1982 ജനുവരിയിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ താഴിട്ട് പൂട്ടിയത് 65-ലധികം വമ്പൻ തുണി മില്ലുകളായിരുന്നു. നേരിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടത് 2.5 ലക്ഷം പേർക്കും. തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ ചിലർ വഴിയോര കച്ചവടത്തിലേക്ക് മാറേണ്ടി വന്നപ്പോൾ വിയർപ്പൊഴുക്കാതെ സമരം ചെയ്യാൻ മാത്രം മുന്നിൽ നിന്നവർ തെരുവിലെ ഗുണ്ടകളായി വളർന്നു. അമർ നായിക് രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ടപ്പോൾ അമർ നായിക്കിൻ്റെ അച്ഛൻ തുണിമില്ലിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരാളായിരുന്നു. ആ വഴി മില്ല് വിൽക്കുന്നതിലുള്ള ഗാവലിയുടെ താല്പര്യം മനസ്സിലാക്കിയ അമർ നായിക് എന്ത് വില കൊടുത്തും ആ നീക്കം തകർക്കാൻ ഉറപ്പിച്ചു. ഇതിനിടെ ചോട്ട ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് മാസപ്പടി നൽകി ഗാവലി തൻ്റെ വറുതിയിലാക്കിയിരുന്നു. അതുവഴി ഹരി ബാഹു നായിക്കിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ഡമ്മിയെ അവർ പ്രതിഷ്ഠിച്ചിരുന്നു. അതോടെ മില്ല് മുതലാളി സുനിത് കട്ടാഹുവിനെ വകവരുത്തിയിട്ടാണെങ്കിലും ഈ കച്ചവടം നടക്കാതിരിക്കാനും അതുവഴി 50 കോടി ഗാവലിക്ക് കിട്ടാതിരിക്കാനും അമർ നായിക് സംഘം അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ സുനിത് കട്ടാഹുവിൻ്റെ നീക്കങ്ങളും യാത്രകളും മനസ്സിലാക്കി അയാളെ പിന്തുടർന്നു. അമർ നായിക്കിൻ്റെ ഈ നീക്കവും ചാരൻ വഴി ഗാവലി മനസ്സിലാക്കി. അമർ നായിക്കിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തക്ക ഒരു ഷോക്ക് നൽകാൻ ഗാവലി തൻ്റെ വിശ്വസ്ത അനുയായിയായ സദാ പാവളയെ ഏൽപ്പിച്ചു. നിലച്ചിരിക്കാത്ത ഒരു വലിയ പ്രഹരം കിട്ടിയാൽ കുറച്ചുകാലം അതിൻ്റെ ഷോക്കിലായിരിക്കും അമർ നായിക് എന്ന് മനസ്സിലാക്കിയ സദാ പാവളെ അമർ നായിക്കിൻ്റെ അനിയൻ അശ്വിൻ നായിക്കിനെ തന്നെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു. തനാജി കോലി കൊലപാതകത്തിന് വിചാരണ നേരിടുകയായിരുന്ന അശ്വിനെ കോടതിയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ഇട്ടു. സദാ പാവളയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന തനാജി കോലിയെ കൊന്നതിൻ്റെ പ്രതികാരവുമാമത് എന്നതുകൊണ്ട് അശ്വിനെ തന്നെ അവർ തിരഞ്ഞെടുത്തു. 1994 ഏപ്രിൽ 18-ന് കല്യാൺ ആധാർവാടി ജയിലിൽ നിന്ന് കല്യാൺ കോടതിയിൽ ഹാജരാക്കി. ഗാവലി സംഘത്തിലെ ഷാർപ്പ് ഷൂട്ടർമാരായ രവീന്ദ്ര സാവന്തും നാഗേഷ് മൊഹൂദിയും വക്കീൽ വേഷത്തിൽ കോടതിയിലെത്തിയിരുന്നു. കനത്ത പോലീസ് സുരക്ഷയ്ക്കിടയിൽ നിന്നും കോടതി മുറിയിൽ നിന്നും പുറത്തു വരുന്ന വഴിക്ക് രവീന്ദ്ര സാവന്ത് നിറയൊഴിച്ചു. ഭാഗ്യവശാൽ കഴുത്തിന് സൈഡിലാണ് വെടികൊണ്ടത്. വീണ്ടും വെടിപൊട്ടുന്നതിന് മുൻപ് പോലീസിന്റെ മറുപടി സാവന്തിനെ വീഴ്ത്തി.
നാഗേഷ് മോഹിത് ഓടി രക്ഷപ്പെട്ടു. കഴുത്തിന് വെടികൊണ്ട് മരണത്തിൽ നിന്ന് അശ്വിൻ രക്ഷപ്പെട്ടെങ്കിലും ഏറെക്കാലം ഹോസ്പിറ്റലിലും പിന്നീട് ഒരു ഭാഗം തളർന്ന് വീൽ ചെയറിലുമായി അശ്വിൻ്റെ ശിഷ്ടകാല ജീവിതം. അതോടെ എത്രയും പെട്ടെന്ന് സുനീത് കട്ടാഹുവിനെ കൊന്ന് രാവിലേക്ക് മറുപടി നൽകാൻ അമർ നായിക് അങ്ങനെ കുറച്ചു. 1994 മെയ് 7 വൈകുന്നേരത്ത് സുനീത് കട്ടാഹു കാറിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകവേ മഹാലക്ഷ്മി റേസ് കോഴ്സിനടുത്ത് വെച്ച് ബൈക്കിലെത്തിയ 2 ഷാർപ്പ് ഷൂട്ടർമാർ കട്ടാഹുവിൻ്റെ വിധിയെത്തി. കാർ ബ്ലോക്ക് ചെയ്ത് ചുറ്റിക ഉപയോഗിച്ച് ഗ്ലാസ് തകർത്ത് തൊട്ടടുത്ത് നിന്ന് വെടിയുയർത്തു. എല്ലാം 90 സെക്കൻഡുകൾ കൊണ്ട് അവസാനിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായി സുനീത് കട്ടാഹുവിൻ്റെ കൊലപാതകം കോളിളക്കം സൃഷ്ടിച്ചു. ബിസിനസ് സമൂഹം ആലിളകി. ഇങ്ങനെ തുടർന്നാൽ നഗരത്തിൽ മൊത്തത്തിൽ അപകടത്തിലാവുമെന്ന് ഉന്നതർ സർക്കാരിലേക്ക് എത്തിച്ചു. ഇപ്പോഴെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ അധികൃതർ ശുദ്ധികലശം നടത്താനുള്ള ഉത്തരവുകൾ ഉന്നത പോലീസ് അധികാരികളിലെത്തി. സുനീത് കട്ടാഹുവിൻ്റെ കൊലയാളികളെ പോലീസ് പിടികൂടിയെങ്കിലും അമർ നായികിനെ പിടികൂടി അകത്തിടുകയോ അല്ലെങ്കിൽ അതിനു തീർപ്പ് കൽപ്പിക്കുകയോ ചെയ്യാതെ കൊലപാതക പരമ്പരയ്ക്ക് അവസാനമുണ്ടാകില്ല എന്ന് പോലീസ് കമ്മീഷണർ അങ്ങനെ ഉറപ്പിച്ചു. അമർ നായികിനെ പിടികൂടാൻ ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചു. മുംബൈ പോലീസിലെ പ്രമുഖ ഷൂട്ടർ വിജയ് സലക്സറും സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. 1996 ഓഗസ്റ്റ് 10. അന്ന് അമർ നായിക് നഗരത്തിൽ മദാൻപൂർ ഭാഗത്ത് എത്തിച്ചേരുമെന്നായിരുന്നു ചാരന്മാരിൽ നിന്നും ലഭിച്ച വിവരം. തനിച്ച് യാത്ര ചെയ്യുന്ന സ്വഭാവമുള്ള അമർ നായിക് എന്ന രാവണനെ എങ്ങനെ തിരിച്ചറിയാനാവുമായിരുന്നു എന്നായിരുന്നു പോലീസിന് തലവേദന. 20 വയസ്സിന് ശേഷം ഒരിക്കൽ പോലും പോലീസിനെ കണ്ടുകിട്ടാത്ത, ഒരു ഫോട്ടോ പോലും വെളിയിൽ പോകാത്ത അമർ നായിക്കിനെ എങ്ങനെ തിരിച്ചറിയും? മുംബൈ പോലീസിനെ ഇത്രയധികം തലവേദന സൃഷ്ടിച്ച മറ്റൊരു ക്രിമിനൽ മുംബൈ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അമർ നായിക് എത്തുമെന്ന പ്രതീക്ഷയിൽ പോലീസ് സംഘം മദാൻപൂർ ഭാഗത്ത് വേഷം മാറി ചുറ്റിയടിച്ചു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ധരിച്ച് വിജയ് സലക്സറും സംഘത്തിലുണ്ടായിരുന്നു.